Hi, Namaste. Welcome back. Please welcome back to my channel, Mintera. ഇന്നത്തെ നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, സെൻസെക്സ് ആയിക്കോട്ടെ, നല്ലൊരു അപ് ട്രെൻഡാണ്, നല്ലൊരു ഫുൾ മാർക്കറ്റ് ഇന്ന് അപ് ട്രെൻഡിലേക്കാണ്, നല്ലൊരു ഇൻഡിക്കേഷനാണ്. ഇന്നെന്ന് പറഞ്ഞാൽ 24th ജൂണിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കയറിയെങ്കിലും തിരിച്ച് മാർക്കറ്റ് ഒരു ഇറങ്ങാൻ, അതായത് ഒരു ഡിപ്പിലേക്ക്, ആ ഒരു ഡൗൺ സൈഡിലേക്ക് പോയതിന് ശേഷമാണ് 10 മണിക്ക് ശേഷമാണ് മാർക്കറ്റ് സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടായത്. നമ്മുടെ സോഫ്റ്റ്വെയർ അവിടെ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ ലേറ്റസ്റ്റ് വിഷൻ 8.1. അതിൽ പ്രത്യേകിച്ചും സൈഡ് വേസ് മാർക്കറ്റ് എക്സ്ട്രാ കളർ വഴി കറക്റ്റായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. അപ്പം ഇന്നത്തെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൻ്റെ 76,600 കോൾ ഓപ്ഷൻ രണ്ടിൻ്റെയും ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ സെൻസെക്സിൻ്റെ നമുക്ക് ചാർട്ട് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ സിഗ്നൽ ബൈ ഇൻഡിക്കേഷൻ, ഗ്രീൻ കളർ അപ്പാരോ ആണ് ബൈ ട്രേഡ്, അതേപോലെ റെഡ് കളർ ഡൗൺ ആരോ അതാണ് സെൽ ഇൻഡിക്കേഷൻ. റെഡ് കളർ ഡൗൺ ആരോ നോക്കിയാൽ കാണാം, അതാണ് സെൽ ഇൻഡിക്കേഷൻ. ഇന്നലെ മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ഡൗൺ ആയിരുന്നു, ഇന്ന് അതേപോലെ തന്നെ മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സിഗ്നലിൽ വന്ന സമയത്ത് കൺഫേം ആയില്ല, സിഗ്നൽ പെട്ടെന്ന് അടിച്ചു കയറിയെങ്കിലും സോഫ്റ്റ് അവിടെ താഴത്തെ ബാർക്കൾ റെഡ് ആയതുകൊണ്ട് എടുക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ട്രേഡ് എടുക്കാം. സഡൻ ഹൈക്കാണ്, അത്രയും തന്നെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയതിന് ശേഷമാണ് തിരിച്ച് പിന്നെ കയറിയിരിക്കുന്നത്. അവിടെ 10 മണിക്ക് ശേഷം നല്ലൊരു ബ്രേക്ക്ഔട്ട് ഉണ്ടായിരുന്നു. സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലും താഴത്തെ ബാർ കളറിലേക്കും കൺഫേമായ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് കയറി, അവിടെ നിന്ന് പിന്നെ അടിച്ച് കയറുമായിരുന്നു. റെസിസ്റ്റൻസ് ബ്രേക്ക് 2-3 പ്രാവശ്യം കയറിപ്പോയി. ലാസ്റ്റ് ബ്രേക്ക്ഔട്ട് തന്നെ നല്ലൊരു ട്രേഡായിരുന്നു. ടോട്ടൽ നമുക്ക് 500 പോയിൻറ്റ്സിൻ്റെ എബവ്, അതായത് മാർക്കറ്റ് നല്ലൊരു 3 ടാർഗറ്റ് അടിച്ചതിന് ശേഷം നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏതാണ് അതിൻ്റെ പ്രീമിയം അത് നമുക്ക് ആഡ് ചെയ്യാം. ഇന്നത്തെ പ്രീമിയം നോക്കുകയാണെങ്കിൽ 76,600 ഉണ്ട്. നമുക്ക് പ്രീമിയം ചാർട്ട് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ നമുക്ക് സിഗ്നൽ വന്ന് 10:10 294 സിഗ്നൽ കിട്ടി. ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് ആദ്യത്തെ ബ്രേക്ക്ഔട്ടിൽ തന്നെ അപ്രോക്സിമേറ്റ് 447 കയറിയിട്ടുണ്ടായിരുന്നു. അതിന് തിരിച്ച് മാർക്കറ്റ് പിന്നെയും കയറി. ലാസ്റ്റ് ചെറുതായിട്ട് നമുക്ക് ഇറങ്ങാൻ ശ്രമിച്ചതിന് ശേഷം, അതായത് ഒരു 12 മണിക്ക് ശേഷം ചെറിയായിട്ടൊരു ഡൗൺ സൈഡിലേക്ക് പോയി മാർക്കറ്റ്. പിന്നെ ഒരു 12:45 ശേഷം ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് മാർക്കറ്റ് പോയിട്ട് 457 അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയത് നേരെ മാർക്കറ്റ് നല്ല 717 വരെ നമുക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പം ഇതുവരെ ട്രേഡ് എടുക്കാത്തവർക്ക് നെക്സ്റ്റ് റിട്രേസ്മെൻറ്റ് പുൾ ബാക്കിൽ നിന്ന് അടുത്ത ബ്രേക്ക്ഔട്ടും റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ടും കട്ട് ചെയ്ത് ആ ലെവലിൽ നിന്ന് എടുക്കാമായിരുന്നു. അവിടെ നിന്ന് നല്ലൊരു അപ് ട്രെൻഡ്, നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് പോയിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടെ സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടില്ല. താഴത്തെ ബാർക്കളർ നോക്കുകയാണെങ്കിൽ അവിടെ റെഡ് ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ ക്യാൻഡിൽ കളർ റെഡാണ്, പക്ഷേ ഓറഞ്ചും ഇടയ്ക്ക് ഫോം ആവുന്നുണ്ട്. അപ്പോൾ സൈഡ് വേസ് ആണ്, ട്രേഡ് സ്ട്രോങ് ആയിട്ടുള്ള ഡൗണിലേക്ക് ആയിട്ടില്ല എന്നവിടെ പറയുന്നുണ്ട്. ഇപ്പം സെൻസെക്സിൽ അതുപോലെ നോക്കുകയാണെങ്കിൽ റെഡ് ഉണ്ടെങ്കിൽ താഴത്തെ ബാർക്കിൽ ഗ്രീൻ ആണ്. അപ്പോൾ ട്രേഡ് അവിടെ ഇല്ല. നമുക്ക് എക്സിറ്റ് ലെവലാണ് ഓറഞ്ച് കളർ തരുന്നത്. അപ്പോൾ ഓറഞ്ച് കളറിലേക്ക് മാറുമ്പോൾ നമുക്ക് ട്രേഡ് അവിടെ എടുത്ത് എക്സിറ്റ് ചെയ്യാം. അപ്പം 3 ടാർഗറ്റ് അടിച്ചതിന് ശേഷം പിന്നെ ഹോൾഡ് ചെയ്ത് വയ്ക്കേണ്ട നെക്സ്റ്റ് എക്സിറ്റ് ലെവലാണ് നമ്മുടെ സോഫ്റ്റ് അവിടെ എക്സ്ട്രാ കളറിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ എക്സ്ട്രാ കളർ നമുക്ക് മാർക്കറ്റിൻ്റെ സൈഡ് വേസ് ഇൻഡിക്കേഷൻ ആണ്, അവിടെ റിവേഴ്സിൽ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് ട്രേഡ് റിവേഴ്സ് ആകുന്നുണ്ട്. നമുക്ക് ഈ ട്രെൻഡ് നോക്കിയാൽ അറിയാൻ പറ്റും. സൈഡിലെ ട്രെൻഡ് നമുക്ക് ചേഞ്ച് ആകുന്നത് നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഇപ്പോൾ 1 മിനിറ്റിൽ നിന്ന് മാറി 5 മിനിറ്റ്സിൽ നമുക്ക് ബിയറിഷിലേക്ക് സ്റ്റാർട്ടായി എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ട്രെൻഡ് അവിടെ തിരിച്ചറിയാൻ പറ്റും. അപ്പം ഒരുപാട് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാനുള്ള അവസരമാണ് സോഫ്റ്റ്വെയർ തരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം നിഫ്റ്റിയുടെ ചാർട്ടും ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ മോർണിംഗ് സൈഡിൽ അവിടെ ട്രേഡ് വന്നിട്ടില്ല. 10 മണിക്ക് ശേഷമാണ് അവിടെ ട്രേഡ് കിട്ടിയിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. പക്ഷേ നിഫ്റ്റിയിൽ ഇപ്പോൾ സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് 3:15 വന്ന സെൽ ഇൻഡിക്കേഷൻ ആണ് അതിൻ്റെ എൻട്രിയും ടാർഗറ്റും. പക്ഷേ ഇത് കൺഫേംഡ് അല്ല, കൺഫർമേഷൻ വരുന്നതേ ഉള്ളൂ. റെഡ് ഉണ്ട്, താഴെ റെഡ് ഉണ്ട്, ഇവിടെ നോസോൺ ആണ്. അപ്പോൾ സെല്ലിൻ്റെ ഇൻഡിക്കേഷനിലേക്ക് ഇപ്പോൾ സെൽസ് കൺഫേം ആയിട്ടുള്ള കൺഫർമേഷൻ വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. അവിടെ നിന്ന് പിന്നെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് ബ്രേക്ക്ഔട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റായിട്ടുള്ള ട്രേഡ് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇൻ കേസ് നമ്മൾ ട്രേഡ് എടുത്ത് റിവേഴ്സ് പോയാലും എക്സ്ട്രാ കളർ തരുമ്പോൾ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്ത് വിടാനുള്ള ഒരു അവസരമാണ്. സെയിം അതേപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ സിഗ്നൽ പെട്ടെന്ന് അടിച്ചു കയറുമായിരുന്നു. അവിടുന്ന് കൺഫർമേഷൻ താഴെ കിട്ടിയത് സെയിം അതേ 10 മണിക്ക് ശേഷമാണ്. അവിടുന്ന് പിന്നെ ഒരു ബ്രേക്ക് ആയിരുന്നു. ആദ്യത്തെ ബ്രേക്ക് വെച്ചിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് അവിടെ കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അവിടെ ഓൾമോസ്റ്റ് 11 മണിക്ക് ശേഷം 11 മണിയാകുമ്പോൾ നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്ത് കയറാം. അവിടെ നല്ലൊരു കയറ്റമായിരുന്നു. ലാസ്റ്റ് ഇപ്പോഴും കയറിപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു. 790 പോയിൻറ്റ്സുള്ള അപ്റ്റൻറ്റി കയറി നിൽക്കുകയാണ്. ഇപ്പോഴാണ് സൈഡ് വേസ് വന്നത്. അപ്പോൾ ഇതുവരെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു അവസരം സോഫ്റ്റ് കറക്റ്റായിട്ട് അവിടെ തന്നിട്ടുണ്ട്.
വളരെ എളുപ്പമാണ് സ്ട്രാറ്റജി മനസ്സിലാക്കാനായിട്ട്. ലേറ്റസ്റ്റ് വിഷൻ പ്രത്യേകിച്ച് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് സൈഡ് വേസ് മാർക്കറ്റുകളൊക്കെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ പറ്റുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യും മനസ്സിലാവും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം.